നമസ്കാരം. പ്രധാന വാർത്തകൾ. ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ ദേശീയപാത വികസനം. ഭൂമി ഏറ്റെടുക്കുന്ന സ്ഥലമുടമകൾക്ക് നൽകേണ്ട നഷ്ടപരിഹാര തുകയിൽ നിന്നും ആദായ നികുതി ഈടാക്കുന്നത് സംബന്ധിച്ച തർക്കം തീർപ്പാക്കി എത്രയും വേഗം നഷ്ടപരിഹാര തുക ലഭ്യമാക്കണമെന്ന് AM ആരിഫ് MP. ഈ ആഴ്ച കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. ജില്ലയിൽ ഉൾപ്പെടെ മഞ്ഞ അലർട്ട്, 14 വരെ ഓറഞ്ച് അലർട്ടും. കായംകുളം നഗരസഭാ പരിധിയിലെ കോവിഡ് പ്രതിരോധം. മുഴുവൻ താൽക്കാലിക ജീവനക്കാരെയും യാതൊരു മാനദണ്ഡവുമില്ലാതെ പിരിച്ചുവിട്ടിരിക്കുകയാണെന്ന് UDF. ജില്ലയിൽ 336 പേർക്ക് കൂടി കോവിഡ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി 9.16%. 623 പേർ രോഗമുക്തരായി. വിശദമായ വാർത്തകളിലേക്ക്. ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ ദേശീയപാത വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്ന സ്ഥലമുടമകൾക്ക് നൽകേണ്ട നഷ്ടപരിഹാര തുകയിൽ നിന്നും ആദായ നികുതി ഈടാക്കുന്നത് സംബന്ധിച്ച തർക്കം തീർപ്പാക്കി എത്രയും വേഗം നഷ്ടപരിഹാര തുക ലഭ്യമാക്കണമെന്ന് AM ആരിഫ് MP കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. നഷ്ടപരിഹാരം നൽകാൻ ഇനിയും വൈകുന്നത് സ്ഥലമുടമകളോട് കാട്ടുന്ന അനീതിയാകുമെന്ന് കേന്ദ്രമന്ത്രിമാർക്ക് അയച്ച കത്തിൽ MP ആവശ്യപ്പെട്ടു. ആലപ്പുഴ, കൊല്ലം ജില്ലകളിലെ ദേശീയപാത വികസനത്തിനായി ഭൂമി വിട്ടു നൽകുന്ന സ്ഥലമുടമകൾക്ക് നൽകേണ്ട നഷ്ടപരിഹാര തുകയിൽ നിന്നും ആദായ നികുതി ഈടാക്കുന്നത് സംബന്ധിച്ച തർക്കം തീർപ്പാക്കി എത്രയും വേഗം നഷ്ടപരിഹാര തുക ലഭ്യമാക്കണമെന്ന് അഡ്വക്കേറ്റ് AM ആരിഫ് MP കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം പൊതു ആവശ്യങ്ങൾക്ക് നിർബന്ധിതമായി ഏറ്റെടുക്കുന്ന ഭൂമിക്ക് നൽകുന്ന നഷ്ടപരിഹാരത്തിന് ആദായ നികുതി ബാധകമല്ല. ഇതുപ്രകാരം മിക്ക ജില്ലകളിലും ആദായ നികുതി ഈടാക്കാതെ തന്നെ തുക വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പലയിടങ്ങളിൽ ലഭിക്കുന്ന നഷ്ടപരിഹാരം അപര്യാപ്തമാണെന്ന് ഇപ്പോൾ തന്നെ ആക്ഷേപമുള്ളതിനാൽ നഷ്ടപരിഹാരം നൽകാൻ ഇനിയും വൈകുന്നത് സ്ഥല ഉടമകളോട് കാട്ടുന്ന അനീതിയാകും. ഇതിനാൽ ഉപരിതല ഗതാഗത മന്ത്രാലയവും ധനകാര്യ മന്ത്രാലയവും സംയുക്തമായി പ്രശ്നം പരിഹരിക്കണമെന്നും MP ആവശ്യപ്പെട്ടു. അനാവശ്യ കാലതാമസം ഒഴിവാക്കി ദേശീയപാതാ വികസനം എത്രയും വേഗം സാധ്യമാക്കണമെന്നും കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, നിർമ്മല സീതാരാമൻ എന്നിവർക്കയച്ച കത്തിൽ MP ആവശ്യപ്പെട്ടു. CDNet ന്യൂസ്, കായംകുളം. അതുല്യ ചലച്ചിത്ര നടൻ നെടുമുടി വേണു അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഉദരസംബന്ധമായ അസുഖത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. സംസ്കാരം ചൊവ്വാഴ്ച ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. മലയാളത്തിലും തമിഴിലുമായി 500-ലധികം ചിത്രങ്ങളിൽ വേഷമിട്ട നെടുമുടി വേണു 2 ദേശീയ ചലച്ചിത്ര അവാർഡുകളും 6 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും നേടിയിട്ടുണ്ട്. അഭിനയ ചാരുത കൊണ്ട് ചലച്ചിത്ര പ്രേമികളുടെ ഉള്ളിൽ ചിരപ്രതിഷ്ഠനായ K. വേണുഗോപാൽ എന്ന നെടുമുടി വേണു ആലപ്പുഴ ജില്ല, പ്രത്യേകിച്ച് കുട്ടനാട് സാംസ്കാരിക കേരളത്തിന് നൽകിയ വലിയ സംഭാവനയാണ്. ഏതു വേഷവും തന്മയത്വത്തിന്റെ നവഭാവുകം പകർന്ന് പ്രേക്ഷകന് നൽകിയ നെടുമുടിയുടെ വിയോഗം കലാകേരളത്തിന് പരിഹാരമില്ലാത്ത നഷ്ടമാണ്. നെടുമുടി വേണുവിന്റെ കലാജീവിതത്തിലൂടെ ഒരു യാത്ര. ആലപ്പുഴ ജില്ല, പ്രത്യേകിച്ച് കുട്ടനാട് സാംസ്കാരിക കേരളത്തിന് നൽകിയ വലിയ സംഭാവനയാണ് അഭിനയ ചാരുത കൊണ്ട് ചലച്ചിത്ര പ്രേമികളുടെ ഉള്ളിൽ ചിരപ്രതിഷ്ഠനായ K. വേണുഗോപാലൻ എന്ന നെടുമുടി വേണു. മലയാള സിനിമ ലോകത്തിനു മുന്നിൽ അഭിമാനത്തോടെ എടുത്തു കാട്ടിയ അഭിനയ പ്രതിഭ. ഏതു വേഷവും തന്മയത്വത്തിന്റെ നവഭാവുകം പകർന്ന് പ്രേക്ഷകന് നൽകിയ നെടുമുടിക്ക് ഏത് വേഷമാണ് വഴങ്ങാത്തത് എന്ന ചോദ്യമാണ് പ്രസക്തം. ഓരോരുത്തന്മാർ രാവിലെ പാലും പഞ്ചാരം ചുണ്ടത്ത് വരട്ടിക്കൊണ്ട് ഇറങ്ങിക്കോളും. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട് ചെരുപ്പും പപ്പാസും പാൻറ്റുമായിട്ട് നടന്നാ മതി. ഡീസന്റ് ജെന്റിൽമാൻ, വിവരം കേട്ടോമാൻ. സംസാരിക്കണം. കളിച്ചു വെച്ച് ഉച്ചക്കറി കളിക്കുന്നു.
തന്നേക്കാൾ വിവരം എനിക്കുണ്ട്. ഇത് കണ്ടപ്പോഴേ മനസ്സിലായി. ലഭിക്കുന്ന വേഷങ്ങൾ 100% ഉള്ളിൽ തൊടുന്ന വിധത്തിൽ അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിവുള്ള നടനാണ് നെടുമുടി. നായകനായും സഹനടനായും വില്ലനായും സ്വഭാവ നടനായും ഹാസ്യ നടനായും ഇദ്ദേഹം അനശ്വരമാക്കിയ കഥാപാത്രങ്ങളും ഒട്ടനവധിയാണ്. 73-ാം വയസ്സിലും സിനിമാ രംഗത്ത് സജീവമായിരുന്നു നെടുമുടി. മമ്മൂട്ടിയുടെ പുതിയ ചിത്രമായ പുഴുവിലും ശ്രദ്ധേയമായ കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചു. 1978-ൽ അരവിന്ദൻ സംവിധാനം ചെയ്ത തമ്പ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റമെങ്കിലും 1972-ൽ വിദ്യാർത്ഥിയായിരിക്കെ ഒരു സുന്ദരിയുടെ കഥ എന്ന ചിത്രത്തിൽ ചെറുതായി പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഗോപി മംഗളം പാടി അവസാനിപ്പിക്കാൻ പോണു. ഇനി പാടില്ല അത്രേ. മംഗളം പാടി അവസാനിപ്പിക്കേണ്ടവൻ ഞാനല്ലേ? അവനതിന്റെ ആവശ്യം എന്താ? അവനോടത് പാടില്ലെന്ന് പറയൂ രാമ. നാളെ എല്ലാവരും നിന്നെ പഴി പറയും. അച്ഛന്റെ ആത്മാവ് നിന്നോട് കൊടുക്കില്ല രാമ. ഈ തപസ്യ അവസാനിപ്പിക്കാൻ നിനക്കേട്ടന്റെ അനുവാദം ആവശ്യമില്ല, ഗുരുവിന്റെ അനുവാദം ആവശ്യമില്ല അല്ലേ? ഭരതന്റെ ആരവം എന്ന ചലച്ചിത്രത്തിലെ വേഷം ശ്രദ്ധേയമായി. പത്മരാജന്റെ ഒരിടത്തൊരു ഫയൽവാൻ എന്ന ചിത്രം കാർണവർ വേഷങ്ങളിലേക്കുള്ള ചുവടുമാറ്റത്തിനും നാന്ദിയായി. വൈകാതെ മലയാളത്തിലെ തിരക്കേറിയ സഹനടന്മാരിൽ ഒരാളായി നെടുമുടി മാറി. അഭിനയ വൈദഗ്ധ്യവും സംഭാഷണ അവതരണത്തിലെ വ്യത്യസ്തതയും താളബോധവും നെടുമുടിയുടെ കഥാപാത്രങ്ങൾക്ക് കരുത്തേകി. ഓടരുതമ്മാവ ആടറിയാം, ഹിസ് ഹൈനസ് അബ്ദുള്ള, താളവട്ടം, വിട പറയും മുമ്പേ, ചാമരം, തേന്മാവിൻ കൊമ്പത്ത്, ഭരതം, മണിച്ചിത്രത്താഴ്, അച്ചുവേട്ടന്റെ വീട്, സർഗം, പെരുന്തച്ചൻ, ദേവാസുരം, അക്കരെ നിന്നൊരു മാരൻ, ഒരിടത്തൊരു ഭയൽവാൻ, ധിം തരികിടത്തോം, മാർഗം, ചാമരം, സാന്ത്വനം, ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടം തുടങ്ങി എത്രയോ ചിത്രങ്ങളിൽ അദ്ദേഹം വിസ്മയകരമായ പ്രകടനം നടത്തി. സംസ്കൃതം ഭാഷകളിൽ ഇറങ്ങിയ സിനിമകളിലും നെടുമുടി ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ദേശീയ പുരസ്കാരങ്ങളും 3 തവണ മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരവും ഉൾപ്പെടെ നിരവധി ബഹുമതികൾ നെടുമുടിയെ തേടിയെത്തിയിട്ടുണ്ട്. എനിക്ക് ആരോടും സംസാരിക്കേണ്ട കാര്യമില്ല. നീ ഗിരിജയോട് നേരിട്ട് വരാൻ പറ. ഇത് ഞാനും അവളും തമ്മിലുള്ള ഇടപാടാ. അതിനൊരു മീഡിയേറ്ററിന്റെ ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല. ആ, നീ ചെന്നാട്ടെ. എനിക്ക് ആരുമായിട്ട് മുഷിയുന്നത് ഇഷ്ടമല്ല. ചെന്നാട്ടെ. ബിരുദമെടുത്ത ശേഷം കലാകൗമുദിയിൽ പത്രപ്രവർത്തകനായും ആലപ്പുഴയിൽ പാരലൽ കോളേജ് അധ്യാപകനായും ജോലി ചെയ്തിരുന്നു. കാവാലം നാരായണ പണിക്കർ ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി ചേർന്ന് നാടകരംഗത്ത് സജീവമായിരിക്കെയാണ് നെടുമുടി വേണു സിനിമയിലെത്തിയത്. തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റിയതോടെ അരവിന്ദൻ, പത്മരാജൻ, ഭരത് ഗോപി തുടങ്ങിയവരുമായി സൗഹൃദത്തിലായി. ഇത് ആത്യന്തികമായി അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിന് വഴിയൊരുക്കി. മലയാള സിനിമയിൽ നവധാര പിറവിയെടുത്ത് ശക്തമായ സമയത്താണ് നിയോഗം പോലെ നെടുമുടി ചലച്ചിത്ര ലോകത്തേക്ക് എത്തുന്നത്. സമർത്ഥനായ ഒരു മൃദംഗം വായനക്കാരൻ കൂടിയാണ് അദ്ദേഹം. അഭിനയത്തിന് പുറമെ പൂരം എന്ന ചിത്രം സംവിധാനം ചെയ്യുകയും ഏതാനും സിനിമകൾക്ക് വേണ്ടി തിരക്കഥാരചന നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ പ്രതീക്ഷകളോടെ വളർത്തിക്കൊണ്ടു വന്നതാ. അവസാനം എങ്ങാണ്ട് കിടന്നൊരു പെണ്ണ് വന്ന് ഇളിച്ചു കാണിച്ചപ്പം അവൻ അച്ഛനെയും വേണ്ട, കൂടപ്പുറപ്പിനെയും വേണ്ട. ഞാനൊരു1000 പ്രാവശ്യം പറഞ്ഞതാ, ഈ ബന്ധം നമുക്ക് വേണ്ട, ശരിയാവില്ല എന്ന്. ഇപ്പതേ കണ്ടില്ലേ, മൂക്ക് കയറിട്ട് പിടിച്ചോണ്ട് പോയത്. സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തു വെച്ചതല്ലേ, ആരോടും പരാതി പറയാനും പറ്റില്ല. എന്തൊരു ഗതികേടാണ് അവന്റെ. പാവം. നിരവധി ടെലിവിഷൻ പരമ്പരകളിലും നെടുമുടി അഭിനയിച്ചിരുന്നു. പ്രതിഭാവിലാസത്തിന്റെ കൊടുമുടിയിൽ വിഹരിക്കുമ്പോഴാണ് അദ്ദേഹം യാത്രയായിരിക്കുന്നത്. ആദരാഞ്ജലികളോടെ കൾച്ചറൽ ഡെസ്ക്. ലോക് താന്ത്രിക് ജനതാദൾ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് കണ്ടല്ലൂർ ശങ്കരനാരായണൻ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. ഓണാട്ടുകര വികസന ഏജൻസി വൈസ് ചെയർമാൻ, കാർഷിക സർവകലാശാല ഫാം ഉപദേശക സമിതി അംഗം, ജനതാ പാർട്ടി കായംകുളം മണ്ഡലം സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി അംഗം, ജനതാദൾ ജില്ലാ ജനറൽ സെക്രട്ടറി, HMS സംസ്ഥാന കമ്മിറ്റി അംഗം, PA ഹാരിസ് സ്മാരക ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ്, പുല്ലുകുളങ്ങര ക്ഷേത്രം ബോർഡ് മെമ്പർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മുൻ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മുൻ കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ സരള ശങ്കരനാരായണനാണ് ഭാര്യ. ആലപ്പുഴ ജില്ലയിലെ വലിയഴീക്കലിനെയും കൊല്ലം ജില്ലയിലെ അഴീക്കലിനെയും ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന വലിയഴീക്കൽ പാലം പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് സന്ദർശിച്ചു. അവസാനഘട്ട നിർമ്മാണത്തിന്റെ പുരോഗതി മന്ത്രി വിലയിരുത്തി. പാലം ഈ വർഷം തന്നെ തുറന്നു നൽകുമെന്ന് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ വലിയഴീക്കലിനെയും കൊല്ലം ജില്ലയിലെ അഴീക്കലിനെയും ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന വലിയഴീക്കൽ പാലം പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് സന്ദർശിച്ചു. അവസാനഘട്ട നിർമ്മാണത്തിന്റെ പുരോഗതി മന്ത്രി വിലയിരുത്തി. പാലം ഈ വർഷം തന്നെ തുറന്നു നൽകുമെന്ന്
മന്ത്രി പറഞ്ഞു. ഈ പ്രവൃത്തി ഏറെക്കുറെ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. 2021 തന്നെ ഇത് തുറന്ന് പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 2021 അവസാനിക്കുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ എല്ലാ പ്രവൃത്തിയും ഇപ്പോൾ വിലയിരുത്തി കഴിഞ്ഞു. ഇതിനു മുമ്പ് 2 തവണ യോഗം ചേർന്നിരുന്നു. ജനപ്രതിനിധികളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഈ കഴിഞ്ഞ 4 മാസത്തിനിടയിൽ 2 തവണ ഇതിൻ്റെ യോഗത്തിൽ മന്ത്രി എന്നുള്ളതിൽ പങ്കെടുത്തിരുന്നു. ഇവിടുത്തെ MLA-മാരും MP-യും ഇതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധപ്പെടുത്തിയിരുന്നു. പ്രവൃത്തി നിശ്ചയിച്ചതുപോലെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മഴ ചില തടസ്സങ്ങളുണ്ടാക്കി, മഴ നീണ്ടുപോയ ചില തടസ്സങ്ങളുണ്ടാക്കിയെങ്കിലും കോവിഡും ചെറിയ രീതിയിലേക്ക് വന്നെങ്കിലും അതൊക്കെ പരിഹരിച്ച് പോകാൻ വേണ്ടി പറ്റും. നാടിൻ്റെ ഉത്സവമായി കേരളത്തിനാകെ മാതൃകയാക്കാവുന്ന രീതിയിലേക്ക്, കേരളത്തിനേറെ സന്തോഷിക്കാവുന്ന രീതിയിലേക്ക് ഈ പാലം 2021 അവസാനിക്കുമ്പോഴേക്കും ഉദ്ഘാടനം ചെയ്യപ്പെടും എന്ന് തന്നെയാണ് പറയാനുള്ളത്. പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരണത്തിലെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 4 മാസത്തിനിടെ ഇതുമായി ബന്ധപ്പെട്ട് 2 തവണ യോഗം ചേർന്നിരുന്നു. മഴയും കോവിഡും മൂലം പ്രവർത്തികൾ അല്പം നീണ്ടുവെങ്കിലും പാലം തുറക്കുന്നത് ടൂറിസം മേഖലയ്ക്കും വിപുല സാധ്യതകൾ ഒരുക്കുമെന്നും ഇത് പ്രയോജനപ്പെടുത്തുന്നതിന് സർക്കാർ പരിശ്രമിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അഡ്വക്കേറ്റ് AM ആരിഫ് MP, MLA-മാരായ രമേശ് ചെന്നിത്തല, CR മഹേഷ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിബിൻ സി ബാബു, ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. CD ന്യൂസ്, ആറാട്ടുപുഴ. വലിയഴീക്കൽ പാലത്തിന്റെ ഉദ്ഘാടനം ഉടൻ നടത്താനുള്ള ശ്രമം നടക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല MLA പറഞ്ഞു. മുഖ്യമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാനുള്ള നീക്കം നടക്കുകയാണെന്നും മുൻ പൊതുമരാമത്ത് മന്ത്രി G. സുധാകരനും ഇപ്പോഴത്തെ മന്ത്രി മുഹമ്മദ് റിയാസും വലിയ പ്രവർത്തനമാണ് പാലത്തിന് വേണ്ടി നടത്തിയതെന്നും MLA പറഞ്ഞു. വലിയഴീക്കൽ പാലം എത്രയും പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യാനാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല MLA പറഞ്ഞു. നമ്മുടെ മന്ത്രി വളരെയേറെ താല്പര്യമെടുത്തു. 2 തവണ ഞാൻ പറഞ്ഞിട്ട് യോഗം കൂടി. എത്രയും പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നാളെ മുഖ്യമന്ത്രിയെ ഞാനും അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് മന്ത്രിയും കൂടെ കണ്ട്, മഹേഷും കൂടെ കണ്ട് ഞങ്ങൾ മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ പാലം ഉദ്ഘാടനം ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം, ഓൺലൈനിലല്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സൗകര്യം ഞങ്ങൾ മിനിസ്റ്ററെ കൂടെ കൂട്ടി മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സമയം അനുസരിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ കഴിയുമെന്നാണ്. മുഖ്യമന്ത്രിയെ കൊണ്ട് നേരിട്ട് ഉദ്ഘാടനം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. പാലം യാഥാർത്ഥ്യമാക്കുന്നതിൽ മുൻ പൊതുമരാമത്ത് മന്ത്രി G. സുധാകരനും ഇപ്പോഴത്തെ മന്ത്രി മുഹമ്മദ് റിയാസും വലിയ പ്രവർത്തനങ്ങളാണ് നടത്തിയതെന്നും കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ പാലം ഉദ്ഘാടനം ചെയ്യാനായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നതെന്നും എന്നാൽ കോവിഡ് തിരിച്ചടിയായെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ മന്ത്രി G. സുധാകരൻ, അദ്ദേഹം എനിക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല, അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ താല്പര്യമെടുത്തിരുന്നു. അദ്ദേഹത്തിന് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ കോവിഡ് വന്നു, പിന്നെ മഴ, അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടാണ്. ഏതായാലും മുഹമ്മദ് റിയാസ് വന്ന ശേഷം വളരെ ആത്മാർത്ഥമായി അദ്ദേഹം ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ഇത് ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ഇത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇത് ലൈറ്റിങ്ങിന് വേണ്ടി 2.25 കോടി രൂപ കംപ്ലീറ്റ് ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ടൊരു പദ്ധതിയുണ്ട്. അതിൻ്റെ എസ്റ്റിമേറ്റ് മിനിസ്റ്റർക്ക് കൊടുത്തിട്ടുണ്ട്. അത് അദ്ദേഹം കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പാലം സന്ദർശനത്തിൽ പങ്കെടുക്കുകയാണ് രമേശ് ചെന്നിത്തല ഇക്കാര്യം അറിയിച്ചത്. CD ന്യൂസ്, കായംകുളം. സംസ്ഥാനത്ത് ഈ ആഴ്ച കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പെടെ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച മുതൽ 14 വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പെടെ ഓറഞ്ച് അലർട്ടും നൽകി. സംസ്ഥാനത്ത് ഈ ആഴ്ച കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ ശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. ഇവിടങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച മുതൽ 14-ാം തീയതി വരെ ആലപ്പുഴ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും അറിയിച്ചു. CD ന്യൂസ്, കായംകുളം. കായംകുളം താലൂക്ക് എന്നത് നയപരമായ കാര്യമാണെന്ന് റവന്യൂ മന്ത്രി K. രാജൻ പറഞ്ഞു. താലൂക്ക് സംബന്ധിച്ച് CD ന്യൂസിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് കായംകുളത്തെത്തിയ മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കായംകുളം നഗരസഭാ പരിധിയിൽ COVID-19 രോഗികളുടെ എണ്ണം കൂടിയും കുറഞ്ഞും നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന മുഴുവൻ താൽക്കാലിക ജീവനക്കാരെയും യാതൊരു മാനദണ്ഡവുമില്ലാതെ പിരിച്ചുവിട്ടിരിക്കുകയാണെന്ന് നഗരസഭ UDF പാർലമെന്ററി പാർട്ടി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. COVID-19 മഹാമാരിയുടെ കരുതൽ നടപടിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അടിയന്തരമായി മോണിറ്ററിംഗ് കമ്മിറ്റി വിളിച്ചുകൂട്ടി ചർച്ച ചെയ്യാൻ ചെയർപേഴ്സൺ തയ്യാറാകണമെന്ന് പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ പറഞ്ഞു.
കായംകുളം നഗരസഭാ പരിധിയിൽ COVID-19 രോഗികളുടെ എണ്ണം കൂടിയും കുറഞ്ഞും നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന മുഴുവൻ താൽക്കാലിക ജീവനക്കാരെയും യാതൊരു മാനദണ്ഡവുമില്ലാതെ പിരിച്ചുവിട്ടിരിക്കുകയാണെന്ന് നഗരസഭ UDF പാർലമെന്ററി പാർട്ടി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നഗരസഭയുടെ അധികാര പരിധിയിൽ കോവിഡ് രോഗികളുടെ എണ്ണം കൂടിയും കുറഞ്ഞും നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് താലൂക്ക് ആശുപത്രിയിൽ കോവിഡ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടിരുന്ന മുഴുവൻ താൽക്കാലിക ജീവനക്കാരെയും പിരിച്ചുവിട്ടുകൊണ്ട് ഉത്തരവായിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ അവിടെ രോഗികൾക്കും മറ്റും ഒട്ടനവധി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടുകയാണ്. ഇതിനെങ്ങനെ പരിഹരിക്കണം എന്നാലോചിക്കുന്നതിനുള്ള കോവിഡ് മോണിറ്ററിംഗ് കമ്മിറ്റി കഴിഞ്ഞ 2 മാസക്കാലമായി ചെയർപേഴ്സൺ വിളിച്ചുകൂട്ടുന്നില്ല. HMC കമ്മിറ്റിയോ മോണിറ്ററിംഗ് കമ്മിറ്റിയോ കൗൺസിലോ അറിയാതെ ഇങ്ങനെ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാൻ യാതൊരു അധികാരവും ചെയർപേഴ്സണ് നൽകുന്നില്ല. കോവിഡ് മഹാമാരിയുടെ കരുതൽ നടപടിയെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട മോണിറ്ററിംഗ് കമ്മിറ്റി കൂടിയിട്ട് മാസങ്ങളായി. അടിയന്തരമായി മോണിറ്ററിംഗ് കമ്മിറ്റി വിളിച്ചുകൂട്ടി ചർച്ചകൾ നടത്താൻ ചെയർപേഴ്സൺ തയ്യാറാകണമെന്നും നേതാക്കൾ പറഞ്ഞു. നിലവിൽ മോണിറ്ററിംഗ് കമ്മിറ്റിയെ നോക്കുകുത്തിയാക്കി എന്തൊക്കെയോ നടത്തുകയാണ്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ പറഞ്ഞു. ആ സ്വകാര്യ ആശുപത്രിയെ സഹായിക്കാൻ ഇവിടെ വരുന്ന മുഴുവൻ ആയി ബന്ധപ്പെട്ട രോഗികളെ മുഴുവൻ ഹരിപ്പാട്ടേക്ക് പറഞ്ഞയക്കുകയാണ്. ഇവിടെ 25,000 30,000 രൂപയ്ക്ക് ചെയ്തു തീർക്കേണ്ട ജോലി അവിടെ 1.5 ലക്ഷം രൂപയ്ക്കാണ് ചെയ്തു തീർക്കുക. കഴിഞ്ഞ 3 മാസക്കാലമായി 300ഓളം രോഗികളെ പല ആശുപത്രികളിലും സഹായിച്ച ആംബുലൻസ് ഡ്രൈവർമാരുടെ സേവനം അവസാനിപ്പിക്കാൻ ചെയർപേഴ്സൺ കത്തു നൽകിയത് പുനഃപരിശോധിക്കണം. വൃക്ക രോഗികൾക്കും മറ്റും സാമ്പത്തിക സഹായം നൽകാൻ കൗൺസിൽ തീരുമാനിച്ചിട്ടും അതിനുവേണ്ടുന്ന ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കൗൺസിലിൽ തീരുമാനം എടുക്കുന്നതല്ലാതെ അത് നടപ്പാക്കാൻ കഴിയാതെ ഇരിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും CS ഭാഷ പറഞ്ഞു. കഴിഞ്ഞ 8 വർഷമായി ITIക്കും സ്റ്റേഡിയത്തിനും സ്ഥലം ഏറ്റെടുക്കാൻ പണമടച്ചിട്ടും നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇത് വസ്തുവിൻ്റെ ഉടമയെ സഹായിക്കുവാൻ വേണ്ടിയാണ്. ഇതിന്റെ പിന്നിൽ വൻ അഴിമതിയാണ് ഉള്ളത്. ഡോക്ടേഴ്സ് ഫോർ യു എന്ന സംഘടന ഒരു ഓക്സിജൻ പ്ലാന്റ് സൗജന്യമായി നൽകാമെന്ന് പറഞ്ഞിട്ട് അത് വെക്കുന്നതിനാവശ്യമായ പ്ലാറ്റ്ഫോം നിർമ്മിച്ചു നൽകാൻ നഗരസഭാ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്ന താൽക്കാലിക നിയമനങ്ങൾ നഗരസഭാ കൗൺസിലിനെ അറിയിക്കണം എന്നാണ് വ്യവസ്ഥ. എന്നാൽ ഒരു നടപടികളും കൗൺസിലിനെ അറിയിക്കുന്നില്ല എന്ന് CS ഭാഷ പറഞ്ഞു. ഈ രീതി അവസാനിപ്പിച്ചില്ല എങ്കിൽ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് CS ഭാഷയും മറ്റ് നേതാക്കളും പറഞ്ഞു. ആ തോന്നിവാസത്തിൽ കൂട്ടുനിന്നുകൊണ്ട് ആ വാർഡിൽ ആ ഹോസ്പിറ്റലിലെ ആ എക്സ്ട്രാ യൂണിറ്റുമായി ബന്ധപ്പെട്ട് ജീവനക്കാരനെ എടുക്കണമെന്ന് പറയുമ്പോൾ CPMൻ്റെ ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള ലിസ്റ്റും പ്രകാരം എടുത്തു എന്നുള്ളതാണ് എൻ്റെ അറിയാൻ കഴിഞ്ഞത്. പ്രശ്നമായിട്ട് കുറേ ആൾക്കാരെ ഇൻ്റർവ്യൂ വിളിക്കുക, അവർ രാഷ്ട്രീയപരമായി അവർ പറയുന്ന ആൾക്കാരെ നിയമിക്കുക. ആ കായംകുളം താലൂക്ക് ആശുപത്രി ശോചനാവസ്ഥ എന്ന് പറയുമ്പോൾ ആകപ്പാട് നശിച്ചു കിടക്കുന്ന ഒരു ഹോസ്പിറ്റലായി മാറിയിരിക്കുകയാണ്. CDN ന്യൂസ് കായംകുളം. കായംകുളത്ത് മോഷണം പെരുകുന്നു. എരുവ കോയിക്കപ്പടിക്കൽ മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ പടിഞ്ഞാറ് വശത്ത് വരോണി ഇസ്മയിലിന്റെ ഉടമസ്ഥതയിലുള്ള പലചരക്ക് കടയിൽ കയറി 10,000 രൂപയും ഒരു ചാക്കരിയും ഉടമയുടെ മെഡിക്കൽ രേഖകളും മറ്റും മോഷ്ടാക്കൾ കവർന്നെടുത്തു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭ്യമാണെങ്കിലും മോഷ്ടാവിന്റെ മുഖം വ്യക്തമല്ല. കായംകുളത്ത് മോഷണം പെരുകുന്നു. അവസാനമായി എരുവ കോയിക്കൽപ്പടി മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ പടിഞ്ഞാറ് വശത്ത് വരോണിൽ ഇസ്മായിലിന്റെ ഉടമസ്ഥതയിലുള്ള പലചരക്ക് കടയിൽ കയറി 10,000 രൂപയും ഒരു ചാക്ക് അരിയും ഉടമയുടെ മെഡിക്കൽ രേഖകളും മറ്റും മോഷ്ടാക്കൾ കവർന്നെടുത്ത സംഭവമുണ്ടായി. ഇതിനുശേഷം തൊട്ടടുത്തായി ഉടമ നടത്തി വന്നിരുന്ന പാത്രം, തുണി എന്നീ കച്ചവട സ്ഥാപനങ്ങളിലെ പൂട്ട് തകർത്ത് അകത്ത് കടന്നും മോഷണം നടത്താനുള്ള ശ്രമവും നടത്തിയിരുന്നു. അതേസമയം മോഷണത്തിൻ്റെയും മോഷണ ശ്രമത്തിൻ്റെയും CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. എന്നാൽ പ്രതിയുടെ രൂപം വ്യക്തമല്ല. വീട്ടുകാർ കായംകുളം പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് കായംകുളം സർക്കിൾ ഇൻസ്പെക്ടർ Y മുഹമ്മദ് ഷാഫിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും ഒരു തുമ്പും ലഭിച്ചില്ല. CDN ന്യൂസ് കായംകുളം. KPCC ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന പ്രസിഡന്റ് VC കബീർ നയിക്കുന്ന ഗാന്ധി സ്മൃതി യാത്രയ്ക്ക് കായംകുളത്ത് സ്വീകരണം നൽകി. മഹാത്മാഗാന്ധിയെ മറന്നാൽ അത് രാജ്യത്തിന് ആപത്താകുമെന്ന് കബീർ പറഞ്ഞു. KPCC ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന പ്രസിഡന്റ് VC കബീർ നയിക്കുന്ന ഗാന്ധി സ്മൃതി യാത്രയ്ക്ക് കായംകുളം കോൺഗ്രസ് ഓഫീസിൽ സ്വീകരണം നൽകി. മഹാത്മാഗാന്ധിയെ മറന്നാൽ അത് രാജ്യത്തിന് നാശമാകുമെന്ന് കബീർ പറഞ്ഞു. യാത്രക്കാരായി പോകുന്നവരും കബീർ മാഷയുടെ ജാഥ വരുന്നു എന്നുകൊണ്ടാണ്. കബീർ മാഷ് എന്നുള്ളൊരു പ്രത്യേകത ഒന്നുമില്ലെങ്കിലും ഒരു ഗാന്ധിജിയെക്കുറിച്ച് കേൾക്കാൻ എല്ലാവരും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മഹാത്മാഗാന്ധിയെ മറന്നാൽ ഇന്ത്യ രാജ്യത്തിന് നാശമായിരിക്കും എന്നതാണ് ഗാന്ധി ദർശൻ സമിതിക്ക് പറയാനുള്ളത്. തക്ക സമയത്താണ് KPCC
ഞങ്ങളുടെ പര്യടനത്തിന് അനുമതി നൽകിയത്. വൈക്കത്ത് മഹാത്മാഗാന്ധി 2 പ്രാവശ്യം വന്ന സ്ഥലത്ത് അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ടായത്. അവിടെ ഒരു മന AITC-കാർ വാങ്ങിയിട്ടുണ്ട്. ഗാന്ധിജി ആ മനയിലെ നമ്പൂതിരിയെ കാണാൻ ചെന്നപ്പോൾ അയിത്തക്കാരനെന്ന നിലയിൽ ഗാന്ധിജിയെ മാറ്റി അകലെ ഇരുത്തിയിട്ടാണ് അവർ തമ്മിൽ സംസാരിച്ചത്. ആ മന യാദൃശ്യമായി ചെത്തുതൊഴിലാളികൾ വാങ്ങുകയും അത് AITC-യുടെ കയ്യിലാവുകയും ചെയ്തെങ്കിലും ഇന്നലെ അവിടെ ഞങ്ങൾക്ക് ഗംഭീരമായൊരു സ്വീകരണം അവർ നൽകുകയുണ്ടായി. ഗാന്ധി വന്ന സ്ഥലങ്ങൾ പുതുതലമുറയ്ക്ക് അറിയാത്ത സാഹചര്യമുണ്ടെന്നും VC കബീർ പറഞ്ഞു. കായംകുളം കോൺഗ്രസ് ഓഫീസിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് എരുവയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. ഗാന്ധി ദർശൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കറ്റാനം ഷാജി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ VM അമ്പിളിമോൻ, റഷീദ് നയനാരേത്ത്, ഷാജി വലിയപറമ്പിൽ, N രവി, അഡ്വക്കേറ്റ് E സമീർ, AJ ഷാജഹാൻ, AP ഷാജഹാൻ, അഡ്വക്കേറ്റ് ശ്രീജിത്ത് പത്തിയൂർ, സൽമാൻ പൊന്നേറ്റിൽ, പുഷ്പദാസ്, അഡ്വക്കേറ്റ് PC രഞ്ജി, ശംഭു പ്രസാദ്, ശ്രീജിത്ത് ഏവൂർ, ദീപക് എരുവ, ഷമീം ചിരാമത്ത്, ബിദു രാഘവൻ, ബെന്നി പത്തിയൂർ തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി വാസുദേവൻ നായർ സ്വാഗതവും നിഹാസ് നന്ദിയും പറഞ്ഞു. CD നെറ്റ് ന്യൂസ്, കായംകുളം. ഗാന്ധി ദർശൻ മാവേലിക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതി യാത്രയ്ക്ക് സ്വീകരണം നൽകി. ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന പ്രസിഡന്റ് VC കബീറിന്റെ നേതൃത്വത്തിലാണ് പയ്യന്നൂരിൽ നിന്നും ഗാന്ധി സ്മൃതി യാത്ര ആരംഭിച്ചത്. തട്ടാരമ്പലത്തിൽ നടന്ന സ്വീകരണ സമ്മേളനം സ്വാതന്ത്ര്യസമര സേനാനി ഗംഗാധര പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ദർശൻ മാവേലിക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതി യാത്രയ്ക്ക് സ്വീകരണം നൽകി. ഗാന്ധി ദർശൻ സംസ്ഥാന സമിതി പ്രസിഡന്റ് VC കബീറിന്റെ നേതൃത്വത്തിലാണ് പയ്യന്നൂരിൽ നിന്നും ഗാന്ധി സ്മൃതി യാത്ര ആരംഭിച്ചത്. തട്ടാരമ്പലത്തിൽ നടന്ന സ്വീകരണ സമ്മേളനം സ്വാതന്ത്ര്യ സമര സേനാനി ഗംഗാധര പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ദർശൻ സമിതി നിയോജക മണ്ഡലം പ്രസിഡന്റ് KN അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MR ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് KR മുരളീധരൻ, രക്ഷാധികാരി കല്ലുമല രാജൻ, KP ശ്രീകുമാർ, KL മോഹൻലാൽ, ശ്രീജിത്ത് പത്തിയൂർ, രാജൻ ചെങ്കിളിൽ, ജോൺ K മാത്യു, അലക്സ് മാത്യു, മാവേലിക്കര നഗരസഭാ ചെയർമാൻ VK ശ്രീകുമാർ, കുഞ്ഞുമോൾ, രാജു, K ഗോപൻ, ഹരിപ്രകാശ്, രാജേഷ്, വിജയകുമാർ, അനി വർഗീസ്, ഷൗക്കത്ത് വള്ളികുന്നം, മുഹമ്മദ് കുഞ്ഞ് എന്നിവർ സംസാരിച്ചു. ജാഥ ക്യാപ്റ്റൻ VC കബീർ മറുപടി പ്രസംഗം നടത്തി. മഹാത്മാഗാന്ധിയെ കൊന്നടാ എന്ന് പറഞ്ഞു. ആരും കൊന്നു? ഒരു മുസ്ലിം വെടിവെച്ച് കൊന്നു പറഞ്ഞു. അയ്യോ, കഷ്ടമായി പോയല്ലോ, ഞാനും മുസ്ലിമാണല്ലോ, എന്തിനാ മഹാത്മാഗാന്ധിയെ കൊന്നത് എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചു. പിന്നെ അനുശോചന യോഗമായി. ആ യോഗത്തിലിരുന്നത് എൻ്റെ മുമ്പിൽ മഹാത്മാഗാന്ധിയുടെ ഇതിനേക്കാൾ വലിയൊരു ഫോട്ടോ, ഭഗവത്ഗീത കയ്യിൽ പിടിച്ച് പുഞ്ചരിച്ച് നിൽക്കുന്ന ഒരു തോർത്ത് പുറത്തച്ച ഒരാൾ. അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് 3 ഉണ്ട കയറി എന്നാണ് കേട്ടത്. അപ്പോൾ ചോര വരയ്ക്കുന്നതൊക്കെ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ വന്നു. 3 പഴം വെച്ചിട്ടുണ്ട്. ആ പഴത്തിൽ ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട്. ആ ചന്ദനത്തിരി കത്തുന്നതും ആ പഴവും ആ പടവും അതെൻ്റെ മനസ്സിലങ്ങനെ ജ്വലിച്ച് കിടക്കുകയായിരിക്കാം. പിന്നീട് ഞാൻ ഗാന്ധിജിയെക്കുറിച്ച് വായിച്ചു, നെഹ്റുവിനെക്കുറിച്ച് വായിച്ചു, കോൺഗ്രസിനെ കുറിച്ച് വായിച്ചു. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 4ാം മെമ്പർഷിപ്പ് എടുത്തു കോൺഗ്രസിൻ്റെ. CD നെറ്റ് ന്യൂസ്, മാവേലിക്കര. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഗജപത്മം, മാവേലിക്കര ഉണ്ണികൃഷ്ണൻ അനുസ്മരണ സമ്മേളനം, സ്മാരക സമർപ്പണം, കാണിക്ക മണ്ഡപ സമർപ്പണം എന്നിവ നടന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N വാസു ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഗജപത്മം, മാവേലിക്കര ഉണ്ണികൃഷ്ണൻ അനുസ്മരണ സമ്മേളനം, സ്മാരക സമർപ്പണം, കാണിക്ക മണ്ഡപ സമർപ്പണം എന്നിവ നടന്നു. ഉണ്ണികൃഷ്ണന്റെ പൂർണ്ണകായ പ്രതിമ ക്ഷേത്രത്തിന്റെ വടക്കേ ആൽത്തറയോട് ചേർന്ന് നിർമ്മിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N വാസു ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ അതാണ് ആനകളെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം. ഓരോ പ്രദേശത്തും ഭക്തജനങ്ങളും ഈ ക്ഷേത്രങ്ങളിലെ ദേവസ്വങ്ങളിലെ ആനകളുമായിട്ടൊരു വലിയ ഇടപഴകിയുള്ള ഒരു വലിയ ബന്ധമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചു, ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ ആനയ്ക്ക് എന്തെങ്കിലും തീറ്റ കൊടുത്ത് അതിനുശേഷമാണ് ഇവിടെ വന്ന് തൊഴാറുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ബന്ധമാണ് ആനകൾക്കും ഭക്തജനങ്ങളുമായിട്ടുള്ളത്. ഇവിടെ ഒരു സ്മാരകം തന്നെ ഈ നാട്ടുകാർക്കും ഇവിടുത്തെ ഭക്തജനങ്ങൾക്കും ഈ മാവേലിക്കര ഉണ്ണികൃഷ്ണനെ സ്മരിക്കുവാൻ, ആ ഉണ്ണികൃഷ്ണനോടുള്ള ആ ഒരു സ്നേഹം നിലനിർത്തുവാൻ കഴിയുന്ന ഉചിതമായ ഒരു പ്രതിമ തന്നെയാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് S രാജീവൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KM ഹരികുമാർ സ്വാഗതം പറഞ്ഞു. ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് KS രവി അനുസ്മരണ പ്രഭാഷണം നടത്തി. മാവേലിക്കര നഗരസഭാ ചെയർമാൻ KV ശ്രീകുമാർ, ഹരിപ്പാട് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ അജയകുമാർ, പത്തനംതിട്ട ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ G ബൈജു, ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ SR രാജീവ്, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലളിത രവീന്ദ്രനാഥ്, സബ് ഗ്രൂപ്പ് ഓഫീസർ അനു S അശോക്, വാർഡ് കൗൺസിലർ സുജാത ദേവി, പ്രൊഫസർ RRC വർമ്മ, മഹേഷ് മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ശില്പികളെ ആദരിക്കുകയും ചെയ്തു. CD നെറ്റ് ന്യൂസ്, മാവേലിക്കര.
കോവിഡ് മഹാമാരിയെ തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വലിയ വെല്ലുവിളി നേരിടുകയാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു അഭിപ്രായപ്പെട്ടു. മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഗജപത്മം ഉണ്ണികൃഷ്ണന്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രസിഡന്റ്. കോവിഡിനെ തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വലിയ പ്രതിസന്ധിയെ നേരിടുകയാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു പറഞ്ഞു. മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഗജപത്മം ഉണ്ണികൃഷ്ണന്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രസിഡന്റ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര വെല്ലുവിളികളിലൂടെയാണ് ബോർഡ് കടന്നുപോകുന്നത്. നിത്യനിദാന ചെലവുകൾ, ജീവനക്കാരുടെ ശമ്പളം എന്നിവയ്ക്ക് പണമില്ലാത്ത അവസ്ഥയാണ്. ഇനി ശബരിമല തീർത്ഥാടന കാലം വരാൻ പോകുന്നു. തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾക്ക് പോലും പണമില്ലാത്ത സ്ഥിതിയാണ് ഉള്ളത്. ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി ക്ഷേത്ര ഉപദേശക സമിതികൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഈ ഒരു പശ്ചാത്തലത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ വലിയ പ്രതിസന്ധി, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. നിത്യനിദാന ചെലവുകൾക്ക് പണമില്ല, ശമ്പളം കൊടുക്കാൻ പണമില്ല. ശബരിമല തീർത്ഥാടന കാലം ആരംഭിക്കുകയാണ് നവംബർ മാസം 16-ാം തീയതി. തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾക്ക് പോലും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കഴിയാത്ത ഒരവസ്ഥയിലൂടെ, അത്ര വലിയ ഒരു ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ 1250 ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുണ്ട്. ഈ ക്ഷേത്രങ്ങൾ പരിപാലിക്കുന്നതിൽ, ഈ ക്ഷേത്രങ്ങളിലെ അത്യാവശ്യം വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ഉപദേശക സമിതികളുടെ അകമഴിഞ്ഞ പങ്ക് ഉണ്ടാകണമെന്നുള്ളതാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഓരോ ക്ഷേത്രവും പരിപാലിക്കുന്നതിൽ ശ്രദ്ധ വേണം. ഓരോ ക്ഷേത്രങ്ങളും സ്വയം പര്യാപ്തമായെങ്കിൽ മാത്രമേ നിലനിൽക്കുവാൻ കഴിയൂ. ക്ഷേത്ര ഉപദേശക സമിതികൾ ക്ഷേത്ര പരിപാലനത്തിൽ കൂടുതലായി ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഉപദേശ സമിതികൾ നമ്മുടെ ക്ഷേത്രങ്ങളെ സ്നേഹിക്കുന്നവരാണ്, അത് പരിപാലിക്കുന്നതിലൊക്കെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അതിലും വലിയ പങ്ക് ഉണ്ടാകേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മുടെ ഓരോ ക്ഷേത്രവും സ്വയം പര്യാപ്തമായാൽ മാത്രമേ ദേവസ്വം ബോർഡിന് പിടിച്ചു വെക്കാൻ കഴിയൂ. മാവേലിക്കര. ജില്ലയിൽ 336 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 328 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 5 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 3 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി 9.16%. 623 പേർ രോഗമുക്തരായി. നിലവിൽ 4600 പേർ ചികിത്സയിലും കഴിയുന്നു. ലോട്ടറി തൊഴിലാളി ക്ഷേമനിധിയിൽ അനർഹരായവരെ അംഗങ്ങളാക്കി ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്ന മാഫിയയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിനുള്ള നടപടി സർക്കാരും ലോട്ടറി വകുപ്പും സ്വീകരിക്കണമെന്ന് കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUC കായംകുളം ബ്ലോക്ക് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കൺവെൻഷൻ DCC ജനറൽ സെക്രട്ടറി S. രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലോട്ടറി തൊഴിലാളി ക്ഷേമനിധിയിൽ അനർഹരായവരെ അംഗങ്ങളാക്കി ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്ന മാഫിയയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിനുള്ള നടപടി സർക്കാരും ലോട്ടറി വകുപ്പും സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUC കൺവെൻഷൻ നടത്തി. അനർഹരെ നീക്കം ചെയ്ത് തൊഴിലാളികൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കൺവെൻഷൻ DCC ജനറൽ സെക്രട്ടറി S. രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ രാജേന്ദ്രൻ കറുത്ത് തന്നെ ആയിരിക്കണം, അല്ല രാജേന്ദ്രൻ മരിക്കുന്നതോടുകൂടി വെളുത്താകാൻ പാടില്ല. രാജേന്ദ്രൻ നിറം എന്തുവായിരുന്നു വെച്ചാൽ രാജേന്ദ്രൻ നിറം കറുത്തായിരിക്കും, അത് അങ്ങനെ തന്നെയാവും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന, പാർട്ടിയുടെ അത്യുന്നതങ്ങളിലിരിക്കുന്നവർ നയിക്കുന്ന പ്രസ്ഥാനങ്ങൾ പോലും INTUC-യിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ ഗ്രൂപ്പിന്റെ അതിപ്രസരത്തിൽ ഒരു ചുമ്മാ വെപ്പുള്ളയായി 4 വർഷം ഈ റിന്യൂവൽ പ്രസിഡന്റായി ഇരിക്കാൻ കഴിഞ്ഞു. സംസ്ഥാന കമ്മിറ്റി വരുമ്പോൾ ഒരു പടയണി ഇറക്കി അവരെ സന്തോഷിപ്പിച്ച് ഇവിടത്തെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റേജ് കെട്ടിക്കൊടുത്ത് അവരെ സൂചിപ്പിച്ച് പാലോട് രവിയെ പോലെയുള്ള ആളുകളുടെ ജാഥയൊക്കെ സന്തോഷമായിട്ട് കാണിക്കൊടുത്തു പിരിച്ചുവിടാൻ മാത്രമല്ലാതെ സംഘടനാ രംഗത്ത് തൊഴിലാളികൾ, ഒരു രംഗത്തെ തൊഴിലാളികൾക്കും ആവശ്യമായ ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയാതെയാണ് ആ 4 വർഷം. അതിന് മുമ്പും പിമ്പും ഒക്കെ അത് തന്നെ. INTUC റീജിയണൽ പ്രസിഡന്റ് തുണ്ടത്തിൽ ശ്രീകരി അധ്യക്ഷത വഹിച്ചു. അംഗപരിമിതരും മറ്റു തൊഴിലൊന്നും ചെയ്യാൻ കഴിവില്ലാത്ത ആളുകളുമാണ്. അവരെ സംരക്ഷിക്കുന്നതിനും അവരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വേണ്ട യാതൊരു പരിഗണനയും സർക്കാരുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. അതിനെതിരെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിച്ച് ഈ തൊഴിലാളികളുടെ സംരക്ഷണവും അവരുടെ ജീവിത സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് INTUC ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പല യൂണിയനുകളുടെ പേരിലും വ്യാജ തൊഴിലാളി യൂണിയനുകൾ ഈ മേഖലയിൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ മേഖലയിൽ തൊഴിലാളിക്ക് 6000 രൂപ വർഷം ബോണസ് ലഭിക്കുമ്പോൾ അംഗീകൃതമായി പണിയെടുക്കുന്ന തെരുവിൽ നിന്ന് കച്ചവടം ചെയ്ത് തോമസ് ചാക്കോയും ജായനെയും ശശികണ്ഠനെയും പോലുള്ള ആളുകൾ ടിക്കറ്റ് വിൽക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന 6000. പക്ഷേ വീടുകളിൽ ഇരുന്ന് ഈ ടിക്കറ്റ് പോലും കാണാത്ത ആളുകൾ 6000 രൂപ വാങ്ങിക്കുന്നുണ്ട്. അത് നിർത്തലാക്കണം. ജില്ലാ പ്രസിഡന്റ് K. ദേവദാസ് മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ സംസ്ഥാന ഭാരവാഹികളായ വേണു പഞ്ചവടി, റീന സജീവ്, ജില്ലാ ഭാരവാഹികളായ M. വിജയൻ, സന്തോഷ് വെളുത്തേടത്ത്, KV. റജികുമാർ,
തണ്ടളത്ത് മുരളി, PN രമേശൻ, R വിജയകുമാർ, അരുൺ പുതിയ വീട്ടിൽ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി അരുൺ പുതിയ വീട്ടിലിനെ പ്രസിഡന്റായും, തോമസ് ചാക്കോ, ശശി, ഓമന ചന്ദ്രൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, മെഹബൂബിനെ ജനറൽ സെക്രട്ടറിയായും, കൃഷ്ണൻ, ശശിധരൻ, രാജൻ എന്നിവരെ സെക്രട്ടറിമാരായും, S ബിജുവിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. CD നെറ്റ് ന്യൂസ്, കായംകുളം. ഗാന്ധി ജയന്തി വാരാചരണ ഭാഗമായി കൃഷ്ണപുരം നോർത്ത് മണ്ഡലം പുള്ളിക്കണക്ക് 140-ാം ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ശുചീകരണവും അണുനശീകരണത്തിന്റെയും സമാപനം കളപ്പുരയ്ക്കൽ ലക്ഷം വീട് കോളനിയിൽ നടന്നു. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി Y ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ജയന്തി വാരാചരണത്തിന്റെ ഭാഗമായി കൃഷ്ണപുരം നോർത്ത് മണ്ഡലം പുള്ളിക്കണക്ക് 140-ാം ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ശുചീകരണവും അണുനശീകരണവും സമാപിച്ചു. കളപ്പുരയ്ക്കൽ ലക്ഷം വീട് കോളനിയിലായിരുന്നു സമാപനം. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി Y ഹാരിസ് ഉദ്ഘാടനം നിർവഹിച്ചു. K ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. R പ്രമോദ് കുമാർ, M ചന്ദ്രബാബു, മഠത്തിൽ സുരേഷ്, ഇർഷാദ് ചാങ്ങയിൽ, വിജയൻ എന്നിവർ സംസാരിച്ചു. ഇവിടെ നമ്മൾ ഇപ്പോൾ ഇന്ന് അണുനശീകരണം, നമുക്കറിയാം ഈ കെട്ടകാലത്ത്, മഹാമാരി കാലത്ത് രോഗങ്ങളാൽ വലയുന്ന നമ്മളുടെ ഇടയിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പരിസര ശുചീകരണത്തോടൊപ്പം അണുനശീകരണ പ്രക്രിയയിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. CD നെറ്റ് ന്യൂസ്, കായംകുളം. വനിതാ ശിശുവികസന വകുപ്പ് ICDS മാവേലിക്കര നഗരസഭയുടെ 46-ാം വാർഷിക ആഘോഷവും കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും നടന്നു. മാവേലിക്കര നഗരസഭാ ചെയർമാൻ KV ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. മാവേലിക്കര നഗരസഭ വനിതാ ശിശു വികസന വകുപ്പ് ICDS എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ 46-ാം വാർഷികാഘോഷവും കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും നടന്നു. മാവേലിക്കര നഗരസഭാ ചെയർമാൻ KV ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ലളിത രവീന്ദ്രനാഥ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനി വർഗീസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്തി അജയൻ, സജീവ് പ്രയഗ്രാം, ഉമയമ്മ, S രാജേഷ്, മനസ് രാജപ്പൻ, കൃഷ്ണകുമാരി, വിജയമ്മ ഉണ്ണികൃഷ്ണൻ, രേഷ്മ തുടങ്ങിയവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, മാവേലിക്കര. കേസ് അന്വേഷണത്തിലെ മികവ് പരിഗണിച്ച് DGPയുടെ ബാഡ്ജ് ഓഫ് ഓണർ പദവിയും സർക്കിൾ ഇൻസ്പെക്ടറായി പ്രമോഷൻ ലഭിച്ച കുറത്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ ഓഫീസർ V വിജുവിനെ ആദരിച്ചു. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള ചാരുമൂട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരവ് നൽകിയത്. കേസ് അന്വേഷണത്തിലെ മികവ് പരിഗണിച്ച് DGPയുടെ ബാഡ്ജ് ഓഫ് ഓണർ പദവിയും സർക്കിൾ ഇൻസ്പെക്ടറായി പ്രമോഷനും ലഭിച്ച കുറത്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസർ V ബിജുവിനെ ആദരിച്ചു. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള ചാരുമൂട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരവ് നൽകിയത്. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് R ബിനു സീമാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് S ഷെരീഫ്, സെക്രട്ടറി P ബാബുരാജ് എന്നിവർ ചേർന്നാണ് ആദരിക്കൽ നടത്തിയത്. ട്രഷറർ R രതീഷ്, സദു കുട്ടൻ, സന്തോഷ് എന്നിവർ പങ്കെടുത്തു. പ്രിയപ്പെട്ട ബി സാറ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ സാധാരണക്കാർക്കും അദ്ദേഹത്തിന്റെ അടുത്ത് എപ്പോൾ ഒരു കാര്യം ചെന്ന് പറഞ്ഞാലും ആ കാര്യങ്ങൾ അവരുടെ വിഷമങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി അദ്ദേഹം എല്ലാ ജനങ്ങളെയും, പ്രത്യേകിച്ച് ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷന്റെ പ്രവർത്തകരെ ഉൾപ്പെടെ ഒരേപോലെ സഹായിച്ചിരുന്ന ആ മഹൻ വ്യക്തിക്ക് മികച്ച കുറ്റാന്വേഷണ പാടവത്തിനും കേസുകളിലെ പ്രതികളെ സമയബന്ധിതമായി അറസ്റ്റ് ചെയ്യുകയും ചെയ്തതുകൊണ്ട് ബഹുമാനപ്പെട്ട DGP അനിൽ ശാന്ത് സാറ് ബാഡ്ജ് ഓഫ് ഓണർ എന്ന പദവി നൽകുകയുണ്ടായി. അടുത്ത ദിവസം തന്നെ ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടറായി അദ്ദേഹത്തിന് പ്രമോഷനും ലഭിച്ചിരിക്കുകയാണ്. CD നെറ്റ് ന്യൂസ്, ചാരുമൂട്. പ്രയാർ RBSM ഹൈസ്കൂൾ അധ്യാപകനും പത്തിയൂർ മുൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റും പത്തിയൂർ ഫാർമേഴ്സ് ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പറും പൊതുപ്രവർത്തകനും ആയിരുന്ന മഠത്തിൽ VK നാരായണപിള്ളയുടെ അനുസ്മരണം നടത്തി. VKN ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സമ്മേളനം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പ്രയാർ RVSM ഹൈസ്കൂൾ അധ്യാപകനും പത്തിയൂർ മുൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റും പത്തിയൂർ ഫാർമേഴ്സ് ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗവും പൊതുപ്രവർത്തകനുമായിരുന്ന മഠത്തിൽ VK നാരായണപിള്ളയുടെ അനുസ്മരണം നടത്തി. VKN ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സമ്മേളനം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ KPCC ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ഗാന്ധി തന്നെ മാർഗം എന്നുള്ള ആ മുദ്രാവാക്യം അത് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ, നമ്മളത് അനുവർത്തിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പാർട്ടി കമ്മിറ്റി കൂടി നമ്മൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടോ ബാബുപ്രസാദ് DC പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു പ്രസംഗത്തിൽ അത് പറഞ്ഞതുകൊണ്ടോ താഴെ തലത്തിൽ വരെ ഗാന്ധി മാർഗം എത്തത്തില്ല. അങ്ങനെ എത്തണമെങ്കിൽ ഈ കോൺഗ്രസിൻ്റെ പൊതുസമൂഹം കോൺഗ്രസിനെ കാണുന്നത് നമ്മളിലൂടെയാണ്. പത്തിയൂരെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുഖമാണ്. കണ്ടല്ലൂരെ കോൺഗ്രസിൻ്റെ മുഖം എന്ന് പറയുന്നത് വേലഞ്ചിറ സുകുമാരൻ്റെ മുഖമാണ്. കായംകുളത്തെ കോൺഗ്രസിൻ്റെ മുഖം എന്ന് പറയുന്നത് സമീറിൻ്റെയും ഷാജഹാൻ്റെയും സഹപ്രവർത്തകരുടെയും മുഖമാണ്.
അതുപോലെ കൃഷ്ണപുരത്തെ കോൺഗ്രസിൻ്റെ മുഖം എന്ന് പറയുന്നത് ശ്രീ എൻ രവിയുടെ മുഖമാണ്. നമ്മളിലൂടെയാണ് കോൺഗ്രസിനെ കാണുന്നത് എല്ലാവരും. പത്തിയൂർ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എൻ രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറിമാരായ ഇ സമീർ, എൻ രവി, DCC വൈസ് പ്രസിഡന്റ് വേലഞ്ചിറ സുകുമാരൻ, ജനറൽ സെക്രട്ടറിമാരായ ചെങ്കിളിൽ രാജൻ, ശ്രീജിത്ത് പത്തിയൂർ, കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ചിറപ്പുറത്ത് മുരളി, കരിയിലക്കുളങ്ങര രാജേന്ദ്രകുമാർ, ആർ സോമശേഖരൻ, ബൂത്ത് പ്രസിഡന്റ് രഘുനാഥപിള്ള, മഠത്തിൽ വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ നിർവാഹക സമിതി അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട ഏവൂർ ശ്രീജിത്ത്, ദീപക് എരുവ എന്നിവരെ DCC പ്രസിഡന്റ് ആദരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം. കായംകുളം ചക്കാലയിൽ ഗവൺമെന്റ് LP സ്കൂളിൽ ജനമൈത്രി പോലീസ് കായംകുളം സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ സൈബർ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തി. കായംകുളം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ശിവപ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം ചക്കാലയിൽ ഗവൺമെന്റ് LP സ്കൂളിൽ ജനമൈത്രി പോലീസ് കായംകുളം സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ സൈബർ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തി. നഗരസഭ 10ാം വാർഡ് കൗൺസിലർ രാജശ്രീ കമ്മത്ത് അധ്യക്ഷത വഹിച്ചു. കായംകുളം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ശിവപ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളായിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിവുണ്ട്, പക്ഷേ തിരിച്ചറിവില്ലാതെ പോകുന്ന സാഹചര്യങ്ങൾ പെടുമ്പോഴാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും അപകടം നമ്മളെ കാത്തിരിക്കുന്നത്. കത്തിക്കലിനും ഇടയാകുന്ന അവസ്ഥയിലേക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. എന്റെ സ്വാതന്ത്ര്യം മറ്റൊരാളിന് അടിമപ്പെടുത്തുന്ന രീതിയിൽ മൊബൈൽ ഫോണിലൂടെ ഇതുവരെ പരിചയമില്ലാത്ത, നാളിതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു വ്യക്തിയുടെ പുറയിലേക്ക് നിങ്ങളുടെ വ്യക്തിത്വം അടിയറവ് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ, നിങ്ങളുടെ പ്രണയത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ, അതായത് ആകർഷണം, നിങ്ങൾക്കുണ്ടാകുന്ന ആകർഷണം എന്ന് പറയുന്നത് വെറുപ്പായിട്ട് മാറുമ്പോൾ, ആശ നിരാശയായിട്ട് മാറുമ്പോൾ, നിങ്ങൾ കൊടുത്തിട്ടുള്ള സ്വാതന്ത്ര്യം അയാളത് ഹനിക്കപ്പെടുമ്പോൾ, ആധിപത്യമായിട്ട് മാറുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ തന്നെ ഇല്ലാതാക്കുന്നതാണ്. കനകക്കുന്ന് പോലീസ് സ്റ്റേഷൻ ASI എബി സൈബർ സുരക്ഷയെക്കുറിച്ചും കുറ്റകൃത്യങ്ങളെക്കുറിച്ചും സൈബർ നിയമങ്ങളെക്കുറിച്ചും വിശദമായി ക്ലാസ് എടുത്തു. മുൻ നഗരസഭാ കൗൺസിലർ രാജേഷ് കമ്മത്ത് ആശംസാ പ്രസംഗം നടത്തി. ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ സുന്ദരേഷ് സ്വാഗതവും സനോജ് നന്ദിയും പറഞ്ഞു. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നടപ്പാക്കുന്ന സൈബർ സുരക്ഷയെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് ഇവിടെയും പരിപാടി സംഘടിപ്പിച്ചത്. CD നെറ്റ് ന്യൂസ്, കായംകുളം. സർക്കാരിന്റെ മരം കൊള്ളയ്ക്കെതിരെ ഓച്ചിറയിലെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നടീൽ മഹോത്സവം നടത്തി. ഓച്ചിറ മണ്ഡലം തല ഉദ്ഘാടനം KPCC സെക്രട്ടറി ബിന്ദു ജയൻ നിർവഹിച്ചു. കോവിഡ് സമയത്ത് പിണറായി സർക്കാർ പ്രകൃതിയെയും ചൂഷണം ചെയ്ത് കോടികൾ അഴിമതി നടത്തിയെന്ന് KPCC സെക്രട്ടറി ബിന്ദു ജയൻ പറഞ്ഞു. ഈ കുടുംബത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ, നിങ്ങളുടെ കൂടെയുള്ള റേഡിയോ പ്രവർത്തക എന്നുള്ള നിലയിൽ നമുക്ക് ഒത്തൊരുമിച്ച് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ മുന്നോട്ട് പോകണം. അധികാര കൊതി കൊണ്ടല്ല, ജനങ്ങളെ സംരക്ഷിക്കാൻ, നാടിനെ സംരക്ഷിക്കാൻ, വരും തലമുറയ്ക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകണം. അപ്പൊ ഈ ഒരു പാട്ട് പോലെ നിങ്ങൾ കേട്ടിട്ടെ, ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഒറ്റക്കെട്ടായി നമുക്ക് എല്ലാവർക്കും പ്രവർത്തിക്കണം. സർക്കാരിന്റെ മരം കൊള്ളയ്ക്കെതിരെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നടീൽ മഹോത്സവത്തിന് ഓച്ചിറ മണ്ഡലം തല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. മണ്ഡലം പ്രസിഡന്റ് BS വിനോദ് അധ്യക്ഷത വഹിച്ചു. B സെവന്തികുമാരി, N വേലായുധൻ, അൻസാർ A മലബാർ, KB ഹരിലാൽ, S സുൾഫിഖാൻ, കയ്യാലത്തർ ഹരിദാസ്, ബേബി വേണുഗോപാൽ, സതീഷ് പള്ളിയമ്പിൽ, രാധാകൃഷ്ണൻ, മാളു സതീഷ്, മിനി പൊന്നൻ, ഗീതാരാജു, അജ്മൽ ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, ഓച്ചിറ. പുതിയവിള ബോധിധർമ്മ മാർഷൽ ആർട്സ് അക്കാദമി ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ബ്ലാക്ക് ബെൽറ്റ് പ്രതിഭകൾക്ക് അനുമോദനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. കണ്ടലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യിൽ പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. പുതിയവിള ബോധിധർമ്മൻ മാർഷൽ ആർട്സ് അക്കാദമി ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ബ്ലാക്ക് ബെൽറ്റ് പ്രതിഭകൾക്ക് അനുമോദനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. പുതിയവിള കൊപ്പാറയത്ത് സ്കൂളിൽ നടന്ന പരിപാടി കണ്ടലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യിൽ പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. കലാ കൈലാസ് അധ്യക്ഷത വഹിച്ചു. വൈരാജീവ് സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് മെമ്പർ സുനിൽ കൊപ്പാറയത്ത്, സുജിത് തിരുമേനി, രാജീവ്, കനി, സ്നേഹ എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ ദേശീയപാത വികസനം. ഭൂമി ഏറ്റെടുക്കുന്ന സ്ഥലമുടമകൾക്ക് നൽകേണ്ട നഷ്ടപരിഹാര തുകയിൽ നിന്നും ആദായ നികുതി ഈടാക്കുന്നത് സംബന്ധിച്ച തർക്കം തീർപ്പാക്കി എത്രയും വേഗം നഷ്ടപരിഹാര തുക ലഭ്യമാക്കണമെന്ന് AM ആരിഫ് MP. ഈ ആഴ്ച കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. ജില്ലയിൽ ഉൾപ്പെടെ മഞ്ഞ അലേർട്ട്, 14 വരെ ഓറഞ്ച് അലേർട്ടും.
കായംകുളം നഗരസഭാ പരിധിയിലെ കോവിഡ് പ്രതിരോധം മുഴുവൻ താൽക്കാലിക ജീവനക്കാരെയും യാതൊരു മാനദണ്ഡവുമില്ലാതെ പിരിച്ചുവിട്ടിരിക്കുകയാണെന്ന് UDF. ജില്ലയിൽ 336 പേർക്ക് കൂടി കോവിഡ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി 9.16%. 623 പേർ രോഗമുക്തരായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.